ഇടക്കാല ജാമ്യം നീട്ടണമെന്ന ഹർജിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും തിരിച്ചടി. 7 ദിവസം കൂടി ജാമ്യം നീട്ടണമെന്ന കെജ്രിവാളിന്റെ അപേക്ഷ സുപ്രീം കോടതി തള്ളി. ഇതോടെ ജൂൺ 2-ന് തന്നെ കെജ്രിവാൾ തിഹാർ ജയിലിലേക്ക് മടങ്ങുമെന്ന് ഉറപ്പായി. ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ ഇടക്കാല ജാമ്യത്തിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാൾ ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി 7 ദിവസം കൂടി ജാമ്യം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ ആവശ്യം ഫയലിൽ സ്വീകരിക്കാൻ പോലും കോടതി വിസമ്മതിച്ചു. ജാമ്യത്തിനായി വിചാരണ കോടതിയെ തന്നെ സമീപിക്കാനായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ഹർജി നാടകമാണെന്നും പ്രചരണ വേദികളിലെല്ലാം കെജ്രിവാൾ സജീവമാണെന്നും BJP വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ മാർച്ച് 21-ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത അരവിന്ദ് കെജ്രിവാളിന് ഉപാധികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാൻ മെയ് 10-നാണ് കോടതി ഇടക്കാല ജാമ്യം നൽകിയത്. ജൂൺ 2-ന് തിഹാർ ജയിലിൽ ഹാജരാകണമെന്നും മുഖ്യമന്ത്രി എന്ന നിലയിൽ ഓഫീസിൽ പോകാനോ ഫയലുകളിൽ ഒപ്പുവെക്കാനോ പാടില്ലെന്നും ജാമ്യവ്യവസ്ഥയിൽ കോടതി സൂചിപ്പിച്ചിരുന്നു. മാത്രമല്ല, മദ്യനയവുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ എവിടെയും പ്രതിപാദിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ മദ്യനയം സംബന്ധിച്ച കാര്യങ്ങൾ പ്രചരണ വേദികളിൽ കെജ്രിവാൾ പറഞ്ഞെന്നും ജാമ്യവ്യവസ്ഥ ലംഘിച്ചെന്നും BJP ആരോപിച്ചിരുന്നു. ജനം, ഡൽഹി.